Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.6ന്റെ ഡെവലപ്പർ ബീറ്റ 2 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 388.5 MBയിലാണ് എൻ്റെ ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.6 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 9.6 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.5 beta 2 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS ആൻഡ് HomePodOS 16.6 beta 2 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 16.6ൻ്റെ ഈ ഒരു ബീറ്റയുടെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യേണ്ടതാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും iOS 16.6 20G5037D എന്ന് ഈ ഒരു ആൽഫബറ്റ് D എയിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ iOS 16.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ എത്താറായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീറ്റ ടെസ്റ്റേഴ്സിന് നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ കണക്റ്റീവായ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇതിലും നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വെരിഫിക്കേഷൻ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ കോണ്ടാക്ട് കീ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ കോണ്ടാക്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നേരെ മറിച്ച് iOS 16.6ൻ്റെ ബീറ്റ 1ൽ നമുക്ക് കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ തന്നായിരുന്നു. എന്താണ് കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് ചോദിക്കുന്ന വ്യക്തികൾക്കാണ് നമ്മുടെ ഈ പറയുന്ന ഡിവൈസിൻ്റെ അക്കൗണ്ടിൽ വേറൊരു അൺറെക്കഗ്നൈസ്ഡ് ഡിവൈസ് ആഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആഡായി, ഏത് നമ്പറിൽ നിന്നാണ് ആഡ് ആയത്, ആഡ് ചെയ്ത നമ്പർ ആരുടെയാണ്, ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ പറഞ്ഞ കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ പറയുന്ന iOS 16.6ൻ്റെ ബീറ്റ 2ൽ ആപ്പിൾ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബഗ് ഫിക്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചധികം ബഗ് ഫിക്സുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ബഗ്സുകളുണ്ട് എന്നും കുറച്ച് കൂട്ടുകാർ പറയുന്നുണ്ട്. ബഗ് ഫിക്സ് നമുക്ക് എവിടേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എവിടേക്കാണ് ബഗ് ഫിക്സ് വന്നത് ആപ്പിൾ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പിൽ ചെറുതായിട്ട് കൊടുത്തിട്ടില്ല. ഇനി ബഗ്സ് വന്നിരിക്കുന്ന ഏരിയകൾ എവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഹോമിൽ വന്നിട്ടുണ്ട്, എക്സ്കോഡിൽ വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ബഗ്സ് ഉണ്ട് എന്ന് ആപ്പിൾ പറയുന്നത്. അതേപോലെ കുറച്ച് കൂട്ടുകാർക്ക് ക്യാമറയിലും ബഗ്ഗുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എടുക്കുന്ന ഫോട്ടോസ് ചില സമയത്ത് ക്ലിയർ ആവുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആപ്പിൾ കുറച്ച് ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ അതൊന്നും പബ്ലിക്കലി നമുക്ക് കിട്ടിയില്ല. ചെറിയൊരു കൺഫ്യൂഷൻ വന്നല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് ബീറ്റ ടെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ബീറ്റ ടെസ്റ്റേഴ്സിന് കുറച്ചധികം ഓപ്ഷൻസ് ആപ്പിൾ റിലീസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ iOS 16.5ൻ്റെ ബീറ്റ 2ൽ സിറിയുടെ ഒരു അപ്ഡേഷൻ വന്നായിരുന്നു. നമ്മുടെ സിറി ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ iOS 16.5ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് മുമ്പ് ആപ്പിൾ റിമൂവ് ചെയ്തു. അതേപോലെ iOS 16.6ൻ്റെ ബീറ്റ 1ൽ കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ബീറ്റ 2ൽ ആപ്പിൾ അത് റിമൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഫീച്ചേഴ്സ് iOS 16ൽ തന്നെ ആപ്പിൾ വരുത്താൻ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആപ്പിൾ ഈ പറഞ്ഞ OSൽ ആ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ നമ്മുടെ ഈ പറയുന്ന iOS 16ൽ നമുക്ക് വരാനുണ്ട്. അതേപോലെ പിന്നീട് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ആസച്ച് എനിക്കിപ്പോൾ ഈ നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റും പറയാൻ പറ്റുന്നില്ല. എടുക്കുന്ന ആപ്സൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കാം. ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോറിൽ വരുന്നത് 1664ഉം മൾട്ടി കോറിൽ വരുന്നത്
2698 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വലുതായിട്ട് ഈ പറയുന്ന പെർഫോമൻസ് ബൂസ്റ്റോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ക്ലട്ടറിങ്ങോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളൊക്കെ കളിക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു പെർഫോമൻസും അതേപോലെ തേർമൽ ഇഷ്യൂവും നമുക്ക് മനസ്സിലാവുക. അഫ്കോഴ്സ് നമുക്കറിയാം ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഗെയിംസിൻ്റെ കുറച്ചധികം ഭാഗങ്ങൾ പെർഫോമൻസിന് മാത്രമല്ല ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനും കാരണമായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണെങ്കിലും നമ്മുടെ ഡിവൈസിൻ്റെ ഗെയിമിംഗ് ചെറുതായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കത് അറിയാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ ഡിവൈസിൻ്റെ തേർമൽ ഇഷ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ, അതേപോലെ നമ്മുടെ ഡിവൈസിൽ എവിടെയെങ്കിലും ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോൾ. ഗെയിം കളിക്കുമ്പോൾ നമുക്കറിയാം കുറേയധികം പെർഫോമൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസ് ബൂസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡിവൈസ് ചൂടാവും. അങ്ങനെ അധികമായിട്ട് ചൂടാവുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് കുത്തിയിട്ട് കളിക്കുകയോ അല്ലെങ്കിൽ കുത്തിയിടാനോ നിൽക്കരുത്. പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുമ്പോൾ ചാർജ് കയറട്ടെ എന്ന് കരുതി കുത്തിയിടരുത്. നമ്മുടെ ഡിവൈസ് ഒന്ന് പ്രോപ്പർ കൂൾ ഡൗൺ ആയിട്ട് മാത്രം ഡിവൈസ് കുത്തിയിടാൻ നോക്കുക. അതേപോലെ ഔട്ട്ഡോർ യൂസേജ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം ചൂടും അതേപോലെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഭയങ്കര കൂടുതലാണ്. ഡിവൈസ് കൂടുതലാണ് ചൂടായി കഴിഞ്ഞാൽ ബാറ്ററിക്കും ഡിസ്പ്ലേനൊക്കെ പല രീതിക്കായുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ പറഞ്ഞ തേർമൽ മാനേജ്മെൻറ്റിൽ നോക്കേണ്ടതാണ്. ബാറ്ററി കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, ഒരു അപ്ഡേഷന് ശേഷം ബാറ്ററിയുടെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അപ്പം തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ iOS 16.6 ബീറ്റ 1 എൻ്റെ ഡിവൈസിൽ എങ്ങനെ ഉണ്ടായിരുന്ന ബാറ്ററി പെർഫോമൻസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്മൂത്തായുള്ള ബാറ്ററി പെർഫോമൻസ് എനിക്ക് ലഭിക്കുമായിരുന്നു. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസേജ് വരുന്നത് ഗെയിംസിനാണ് 58%. പിന്നീടാണ് യൂട്യൂബും അതേപോലെ സഫാരിയും സോഷ്യൽ മീഡിയാസും എല്ലാം വന്നിരുന്നത്. ഈ പറഞ്ഞ ഗെയിംസ് ആണെങ്കിൽ പോലും ഞാനൊരു 100% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കുറച്ചധികം നേരം തന്നെ ഗെയിം കളിക്കാനുള്ള പെർഫോമൻസ് ഈ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ബാറ്ററി പെർഫോമൻസ്. പിന്നീട് ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 83% ആയിട്ട് ബാറ്ററി ഹെൽത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ പറയുന്ന ബാറ്ററി പെർഫോമൻസിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ ഇനി നമുക്ക് വരാനുള്ളത് നമ്മുടെ ഈ പറഞ്ഞ iOS 16.6 ബീറ്റ 3 എന്നായിരിക്കും. അതേപോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഡബ് 2023 ഈ പറഞ്ഞ ജൂൺ 5 നമുക്ക് മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ ബീറ്റ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 30% ഞാൻ പറയുന്നുള്ളൂ. കാരണം നെക്സ്റ്റ് വീക്ക് ഫുൾ ജാം പാക്ഡ് ആയിട്ടാണ് നമുക്കിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം ആപ്സും കുറേയധികം ആപ്ലിക്കേഷൻസും കുറേയധികം അപ്ഡേഷൻസും നമുക്ക് വരാനുള്ളതുകൊണ്ട് ആ ഒരു വീക്കിൽ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാൽ കൂടെയും ആപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വീക്കിൽ തന്നെ ചിലപ്പോൾ iOS 16 അടുത്ത ബീറ്റയോ അല്ലെങ്കിൽ RCയോ നമുക്ക് റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡബ് 23 സ്റ്റിക്കേഴ്സ് വെച്ച് കുറച്ചധികം ലീക്സ് ആൻഡ് റൂമേഴ്സ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീകോഡിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണുക. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഫുൾ ഫ്ലെജ് വീഡിയോസും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16.6 ബീറ്റ 2 വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this short video. This is Abin Xavier signing from Evika.